കുടിവെള്ളം മുട്ടിയ തലസ്ഥാനത്തിന്റെ ദുരന്ത ചിത്രമാണ് രാവിലെ മുതൽ പ്രേക്ഷകരിലേക്ക് മാതൃഭൂമി ന്യൂസ് തത്സമയം എത്തിക്കുന്നത്. ഇന്നും എപ്പോൾ വെള്ളം കിട്ടും എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ഉത്തരമില്ല. പക്ഷേ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു, അങ്ങനെ പറയാൻ കഴിയൂ. മന്ത്രിമാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു 2 മണിയോടുകൂടി പണിയൊക്കെ തീർന്ന വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുമെന്ന്. പക്ഷേ അത് നടക്കുന്ന ഒന്നാണോ എന്ന കാര്യത്തിലേക്കുള്ള സംശയം നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നരേന്ദ്രൻ എന്ന പ്രേക്ഷകൻ വഴുതക്കാട് എന്നാണ് മനസ്സിലാക്കുന്നത്. അജയകുമാർ എന്ന പ്രേക്ഷകൻ നമുക്കൊപ്പം ഉണ്ട്. ശ്രീ അജയകുമാർ, താങ്കൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? അവിടുത്തെ സ്ഥിതി എന്താണ്? സാർ, ഞാൻ CSM താമസിക്കുന്നത്. വഴുതക്കാട് CSM ഇവിടെ ഒരു 3 മാസക്കാലമായിട്ട് ഇതേ അവസ്ഥയാണ്. അതായത് ആഴ്ചയിൽ 2 ദിവസം വെള്ളം വരും, ഇടയ്ക്ക് വെള്ളം വരും, ഇല്ലാതാകാൻ തുടങ്ങിയിട്ട് 3 മാസക്കാലമായി. ഇപ്പൊ ഈ 4 ദിവസം വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് എല്ലായിടത്തും മുടങ്ങിയപ്പോൾ മാത്രമാണ് ഇത് ശ്രദ്ധിക്കപ്പെട്ടത്. ഇത് ഭയങ്കര, ഈ വഴുതക്കാട് വാർഡിൽ ഭയങ്കര കഷ്ടമായിട്ട് ജനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസിനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടോ ഒക്കെ ഉണ്ട്, മാതൃഭൂമിയിൽ ഒരിക്കലും വിളിച്ച് പറഞ്ഞായിരുന്നു. പക്ഷേ ഇത് കുറച്ച് ആൾക്കാർക്ക് മാത്രമായിട്ട് ആരും ശ്രദ്ധിക്കപ്പെടാതെ ഇപ്പോൾ ഒരു മരണം വരെ ആയപ്പോൾ മാത്രമാണ് ഇത് അധികാരികൾ ശ്രദ്ധിക്കപ്പെടുന്നത്. കോർപ്പറേഷനെ വിളിച്ച് പറഞ്ഞാൽ അവർക്ക് ശ്രദ്ധയില്ല. വല്ലപ്പോഴെങ്ങാനും ഒരു ടാങ്കർ വെള്ളം കൊടുക്കുന്ന ഒരു രീതിയാണ് സാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേയറുടെ അടുത്തും ഒക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, കൗൺസിലർ അടുത്തും ഒക്കെ ഒത്തിരി പ്രാവശ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും ഇതിനൊന്നും ഒരു വഴുതക്കാട് വാർഡുകാരാണ് ഏറ്റവും അധികം നരകിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇപ്പൊ ഈ 4 ദിവസം മൊത്തം പ്രയത്നമാണ് ഇവർ ശ്രദ്ധിക്കുന്നത്. നമ്മൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുമ്പോഴും ചിലപ്പോൾ പല പരിമിതികളും ഉണ്ടാവാം ചില സ്ഥലങ്ങളിൽ. എങ്കിലും ഇതൊരു ദീർഘകാലമായുള്ള പ്രശ്നമാണ് എന്ന് താങ്കൾ പറഞ്ഞു. ഇന്നത്തെ മാത്രം പ്രതിസന്ധിയുമല്ല. മേയർ കേൾക്കുന്നുണ്ട്. പ്രശാന്ത്, മേയർ കേട്ടുവെങ്കിൽ അതിനുള്ള മറുപടി. CSM നഗർ വഴുതക്കാടാണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞത് ഒന്ന് കൂകിയാൽ കേൾക്കുന്ന ദൂരമേ ഉള്ളൂ ഈ വഴുതക്കാട്ടേക്ക്. അവിടെയാണ് വെള്ളമില്ലാത്തത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അങ്ങ് പറയണം. അതെ, ഞാൻ അദ്ദേഹം പറഞ്ഞത് കേട്ടു. അദ്ദേഹം പറഞ്ഞത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഇന്നലെ ബഹുമാന്യനായ നമ്മുടെ ജില്ലയുടെ ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള മന്ത്രിയുടെ ശിവൻകുട്ടി മിനിസ്റ്ററുടെ യോഗത്തിൽ 3 വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിലൊന്ന് ഇപ്പോൾ 2 ദിവസമായി വെള്ളമില്ലാത്ത, ഇന്ന് 3-ാം ദിവസമാവുന്ന ഈ വിഷയവും, അതുപോലെ തന്നെ വഴുതക്കാട്, വെള്ളയമ്പലം, തക്കാട് പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹം സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു വെള്ളത്തിൻ്റെ ഒരു പ്രയാസവും, അതുപോലെ മറ്റൊന്ന് കഴക്കൂട്ടം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിഷയമാണ്. ഇത് 3 പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന്, അവിടെ KRFB ചുമതലപ്പെടുത്തിയിരിക്കുന്ന വർക്ക്, അത് ULCC ആണ് ചെയ്യുന്നത്, ആ വർക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഇന്നലെ തന്നെ മിനിസ്റ്റർ യോഗത്തിൽ തീരുമാനിച്ചത് അടിയന്തരമായി ആ പ്രവർത്തികൾ പൂർത്തീകരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഇന്റർ കണക്ഷൻ കൊടുക്കുന്ന വർക്ക് മാത്രമാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും പെൻഡിംഗ് ആയി നിൽക്കുന്നത്. എനിക്കറിയാം, വെള്ളം ഇല്ല എന്ന് പറയുന്നതിന് ഒരു മറുപടിയായിട്ടോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ നമുക്ക് സമാധാനിപ്പിക്കാൻ കഴിയുന്ന ഒരു വാക്കുകളുമല്ല ഇത്തരം സാങ്കേതിക കാര്യങ്ങളെന്ന് നല്ല ധാരണ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വർക്ക് നടക്കുന്നിടത്ത് പൂർണ്ണമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ 33 അതുപോലെ തന്നെ 11 ഭാഗികമായി വെള്ളം നഷ്ടപ്പെട്ടിട്ടുള്ള വാർഡുകളിൽ ഇവിടെ അടിയന്തരമായി വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി വളരെ സ്വാഗതാർഹമാണ്. അതിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. എങ്കിലും ഞാനൊന്ന് ഈ പ്രേക്ഷകൻ പറഞ്ഞവനോട് ആടിയത് പറഞ്ഞോട്ടെ. നമ്മുടെ സെക്രട്ടറിയുടെ വളരെ അടുത്തുള്ള സ്ഥലമാണ്, നഗരത്തിലെ ഒരു ഉയർന്ന സ്ഥലമാണ് ഈ വഴുതക്കാട് മേഖല, തൈക്കാട് മേഖല. ഇവിടെ പലയിടത്തും ഇപ്പോഴും വെള്ളമല്ല. ഈ പ്രശ്നം ഇപ്പോൾ മേയർ വന്നതിന് ശേഷം തുടങ്ങിയ പ്രശ്നമേ അല്ല. ഇപ്പോൾ ഈശ്വരവിലാസം ഒരു ഉദാഹരണം എടുക്കുക. കോട്ടൺ ഹിൽ സ്കൂൾ കഴിഞ്ഞ് ഈശ്വരവിലാസം ജംഗ്ഷൻ, അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാൽ രമേശ് ചെന്നിത്തല വീട്, ഇടത് സൈഡിൽ AK-ൻ്റെ വീട്, അതിനപ്പുറത്ത് പഴയ DGP ശ്രീലേഖയുടെ വീട്, അതിനപ്പുറത്ത് MM ഹസൻ്റെ വീട്. ഞാൻ ഈ പേരുകളൊക്കെ പറഞ്ഞത് മന്ത്രിമാരും പ്രമുഖരും ഒക്കെ താമസിക്കുന്ന ഏരിയയാണ്. ഈ പറയുന്ന റോഡിൽ വർഷങ്ങളായി പമ്പിങ്ങിന് ശക്തിയില്ല. ഇപ്പോൾ രാത്രി 2 മണിക്കൊക്കെയാണ് അവിടെ പലരും ആളുകൾ. ഇപ്പോൾ ആ പ്രശ്നം ഈ അടുത്ത കാലത്ത് പരിഹരിക്കപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. ഇതുപോലെ തൈക്കാട് ഭാഗത്ത്, സംഗീത കോളേജിൻ്റെ ഭാഗത്തൊക്കെ പലയിടത്തും വെള്ളം കിട്ടാത്ത സ്ഥിതിയുണ്ട്. എന്തുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിൽ ഈ പ്രശ്നം ഇത്ര വർഷമായി തുടരുന്നത്? അത് പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ലേ? അത് പരിഹരിക്കാൻ എന്തിടപെടൽ? ഇപ്പോൾ മേയറിൻ്റെ കാലത്ത് ഇതൊക്കെ സംഭവിച്ചെന്നല്ല ഞാൻ പറയുന്നത്, അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇത്ര കാലമായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്രശ്നം തുടരുന്നത്? അതേക്കുറിച്ച് ആഴത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ തിരുവനന്തപുരം നഗരസഭയും സംസ്ഥാന സർക്കാരും, പ്രത്യേകിച്ച് വാട്ടർ അതോറിറ്റി എന്നുള്ള നിലയിൽ തന്നെ നമുക്കറിയാം, നമ്മുടെ നഗരത്തിലൂടെ ഇപ്പോൾ നിലവിൽ ഉള്ള പല മേഖലയിലുമുള്ള പൈപ്പുകൾ പണ്ട് കാലത്തുണ്ടായിരുന്ന പൈപ്പുകളാണ്. അപ്പോൾ അതിൻ്റെ വ്യാസം കൂട്ടുന്നതിനും പൈപ്പുകൾ റീപ്ലേസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഞാനിവിടെ നേരത്തെ തന്നെ എല്ലാവരോടും പറഞ്ഞത്,
നമുക്ക് വെള്ളമില്ലാതെ ഒരു മണിക്കൂർ തന്നെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയും, ഒരു നിമിഷം തന്നെ ചിന്തിക്കാൻ വേണ്ടി കഴിയുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും, അതിനകത്തൊരു സംശയവും വേണ്ട. പക്ഷേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതൊരു വലിയ വിഷയമാണ്. അങ്ങയുടെ സംസാരത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറേ കാലമായി നമ്മൾ നേരിടുന്ന പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. അതിൽ എല്ലാ പദ്ധതികളും ഏതൊക്കെ പദ്ധതികളാണോ അതിനുവേണ്ടി മൊബിലൈസ് ചെയ്യാൻ വേണ്ടി കഴിയുക അതെല്ലാം നഗരസഭയുടെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന പ്രദേശത്ത് നമുക്ക് ഈ ഓണത്തിന് മുൻപ് തന്നെ ഈ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി സാധിക്കും. ഒന്ന്, സ്ഥിരമായി വെള്ളം എത്തിക്കുന്നതിന് സാധിക്കും. രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ നഗരത്തിൽ ഓടുന്ന മുഴുവൻ വാഹനങ്ങളും അത് ഈ വഴുതക്കാട്, വെള്ളയമ്പലം, തക്കാട് വാർഡുകൾ കേന്ദ്രീകരിച്ച് 3 വാർഡുകൾ കേന്ദ്രീകരിച്ച് ഓടുന്നതിന് വേണ്ടിയുള്ള തീരുമാനം നഗരസഭ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ശരി മേയർ, ഒരു പ്രേക്ഷക കൂടി നമുക്ക് ഇപ്പോൾ തത്സമയത്ത് ആമിന എന്ന പ്രേക്ഷകന് പരുത്തിക്കുഴിയിൽ നിന്നാണ്. ശ്രീമതി ആമിന, മേയർ കേൾക്കുന്നുണ്ട്. താങ്കൾക്ക് പറയാനുള്ള ഗൗരവതരമായ വിഷയം അത് മേയറോട് നേരിട്ട് പറയാം. 4 ദിവസമായിട്ട് വെള്ളമില്ല. നമ്മളെ വീട്ടിൽ എല്ലാവർക്കും പനിയാണ്. ഈ പനിയും പിടിച്ച് നമ്മൾ ഹോസ്പിറ്റലിലും പോകണം. ഈ വെള്ളം ഇല്ലാത്ത അവസ്ഥ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. ഇത് പനിയായ നമ്മൾ ചൂട് വെള്ളമെങ്കിലും കുടിക്കാൻ ഒരു തുള്ളി വെള്ളമെങ്കിലും വേണ്ടേ? ഇത് ഒരിടത്ത് വെള്ളവും ഇല്ല. ടാങ്കർ വരുന്നുണ്ടെന്ന് പറയണം. നമ്മളെ ടാങ്കർ ഒന്നും അവിടെ എത്തിയില്ലേ? നഗരസഭ ഇപ്പോൾ പരിമിതമായ ആണെങ്കിലും ടാങ്കറുകൾ അയക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് വന്നില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും ഓട്ടവും ആണ്. മേയർ, പരുത്തിക്കുഴി എന്ന സ്ഥലത്ത് നിന്നാണ്. പനിയാണ്, ഒരു കുടുംബത്തിന്റെ പ്രതിസന്ധി. അതിന്റെ ആഴം നേരത്തെ മേയർ തന്നെ പറഞ്ഞല്ലോ. ഒരു മണിക്കൂർ വെള്ളമില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയിൽ പനി പിടിച്ച് 4 ദിവസമൊക്കെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മുട്ടത്തറ വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരുത്തിക്കുഴി എന്ന് പറയുമ്പോൾ മുട്ടത്തറ, കമലേശ്വരം ആ ഭാഗമാണ്. അവിടെ ഇപ്പോൾ നിലവിൽ നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് വാഹനം വിട്ടിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങൾ വിടുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താം. അങ്ങ് ഇപ്പോൾ പറഞ്ഞത് അവർക്കൊരു അസുഖബാധിത ഒരു കാര്യം കൂടി ആയതുകൊണ്ട് അവരുടെ നമ്പർ എനിക്ക് തരികയാണെങ്കിൽ അവർക്ക് ആവശ്യമായ എല്ലാ അസിസ്റ്റൻസും നഗരസഭയുടെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. അതോ കട്ടായോ? ആമിന ലൈനിലുണ്ടോ? ലൈനിലുണ്ടോ? ഉണ്ട്. ആ നമ്പർ ഇപ്പോൾ ഞങ്ങളുടെ PCR സംസാരിക്കാൻ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അത് മേയർക്ക് ഇപ്പോൾ തന്നെ കൈമാറുന്നതാണ്. ലൈൻ കട്ട് ചെയ്യരുത്. ശ്രീകുമാരൻ നായർ കൂടി നമുക്കുമുണ്ട്. ശ്രീകുമാരൻ നായർ, താങ്കൾ കവടിയാർ എന്നാണ് വിളിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ വെള്ളമില്ല, എന്താണ് സ്ഥിതി? കവടിയാർ എന്ന് പറയുമ്പോൾ രാജപാത കടന്നു പോകുന്ന രാജ്ഭവനുള്ള പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടുത്തെ സ്ഥിതി എന്താണ്? സാർ, ഇവിടെ ഞാൻ ഗോബ്ലിൻസിന്റെ തൊട്ട് താഴെ താമസിക്കുകയാണ്. ഗോബ്ലിൻസിന്റെ തൊട്ട് അമ്പലമുക്ക്, പിന്നെ ഈ റോഡ് വേണം, പൈപ്പുമൂട് റോഡ്. ശരി, അത് ആ സൈഡിലൊന്നും സാർ ഒരു വെള്ളം ഇതും ഇല്ല. ടാങ്കറുകൾ എത്തിയില്ലേ? ഇല്ല. മേയർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഇപ്പോൾ ഇങ്ങനെ നിരവധി ആളുകൾ പല ഭാഗത്തു നിന്ന് സ്വാഭാവികമായും വിളിക്കും. പല സ്ഥലത്തും വെള്ളമില്ല. എന്താണ് ഇനി അഡീഷണൽ സ്റ്റെപ്പായി ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായി? അതിന്റെ വീഴ്ചയെ പറ്റിയൊക്കെ ഞങ്ങൾ നേരത്തെ വിമർശിച്ചു. ആ വിമർശനം ഞാൻ അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നതും. എങ്കിലും മേയർ എന്ന നിലയിൽ ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? ഇതിപ്പോൾ കവടിയാർ എന്ന് വിളിക്കുന്നു, അടുത്തൊരാൾ ചിലപ്പോൾ പേട്ടയിൽ നിന്ന് വിളിക്കാം, അല്ലെങ്കിൽ തിരുമലയിൽ നിന്ന് വിളിക്കാം, നേമത്ത് നിന്ന് വിളിക്കാം. എല്ലാവർക്കും പറയാനുള്ള സമാനമായ അനുഭവങ്ങളായിരിക്കും. ഇപ്പോൾ ഈ പ്രതിസന്ധിയിൽ പെട്ടു നിൽക്കുന്ന ആളുകൾക്ക് വേഗത്തിൽ കോർപ്പറേഷനെ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഏത് തരത്തിൽ സമീപിക്കാൻ കഴിയും? എമർജൻസിയായി നമുക്ക് എന്ത് അഡീഷണലായി ചെയ്യാൻ കഴിയും? ഇപ്പോൾ നിലവിൽ 17 ടാങ്കറുകളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ 14 വാട്ടർ അതോറിറ്റിയുടെ ടാങ്കറുകളും സർവീസ് നടത്തുന്നുണ്ട്. കൂടുതൽ ടാങ്കറുകൾ നമുക്കറിയാം. ഇപ്പോൾ ഡ്രൈവർമാരെല്ലാം ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും പകലും ഒക്കെ പൂർണ്ണമായി ഓടിയത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ പുതിയ ഡ്രൈവർമാരെ അടക്കം നമ്മൾ നിയമിച്ചുകൊണ്ട് പുതിയ റൂട്ടുകൾ തീരുമാനിച്ചുകൊണ്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സമീപത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നടക്കം നമ്മളിപ്പോൾ വാട്ടർ ടാങ്കറുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പൂർണ്ണമായും നമുക്ക് കുടിവെള്ള വിതരണം ഇവിടെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴിയുമ്പോഴും ആ സമയം വരെയുള്ള വിതരണം നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയും. ഇത്തരം വിഷയങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഔദ്യോഗിക നമ്പറിൽ അല്ലെങ്കിൽ പ്രത്യേകമായി വരുന്ന കോളുകൾ ചാനലിൽ അടക്കം, മാതൃഭൂമിയിലടക്കം വരുന്ന കോളുകൾ നഗരസഭയിലും വാട്ടർ അതോറിറ്റിയിലും കൂടി ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ആ പ്രദേശം കണ്ടെത്തി അവിടെ വിതരണം നടത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ എമർജൻസി എന്ന നിലയിൽ അവിടെ പ്രത്യേകമായി കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടോ? അങ്ങനെയാണോ ഇപ്പോൾ പുതിയ ക്രമീകരണം അങ്ങനെയാണോ?
അതെ, നമ്മുടെ വാട്ടർ അതോറിറ്റിയിൽ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൺട്രോൾ റൂമുണ്ട്. നഗരസഭയിൽ നേരത്തെ തന്നെ മേയറുടെ ഔദ്യോഗിക നമ്പറിലേക്ക് വിളിക്കാൻ ആവശ്യമായ ഡയറക്ഷനും നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ശരി, ആ നമ്പറുകൾ കൂടി നമുക്ക് സ്ക്രോൾ ചെയ്യാമെന്നാണ് തോന്നുന്നത്. പ്രശാന്ത് കൃഷ്ണ കാര്യം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എമർജൻസിയെ ആളുകൾക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഒന്ന് നമുക്ക് എഴുതി കാണിച്ചാൽ വളരെ നന്നായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതുകൂടി പ്രശാന്ത് കൃഷ്ണ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നന്നായിരിക്കും മേയറുമായി.